നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ പോളിംഗ് കൂടി കഴിയുമ്പോഴാണ് മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നത്. മെയ് 4 ഒരു സുപ്രധാന ഏട് തന്നെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക എന്നുള്ളതിന് ആർക്കും സംശയമൊന്നുമില്ല. രാജ്യസഭയിൽ NDAയുടെ സീറ്റുകൾ ഗണ്യമായി കുറയുന്ന അവസരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഉണ്ടാവുക എന്ന് സ്പഷ്ടമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ, വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിലും അസാമിലും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നതെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് ബംഗാളിലും തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണകക്ഷികൾ തന്നെ അധികാര തുടർച്ച ഉണ്ടാകും. അവർ അതിനുള്ള സർക്കാർ രൂപീകരണത്തിൽ അവർക്ക് അത് പ്രയാസമില്ലാതെ നടപ്പിലാക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നോക്കൂ, ബംഗാൾ വിഷയം, ബംഗ്ലായുടെ വിഷയം ശക്തമായി ആളിക്കത്തിച്ച് മമതാ ബാനർജി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ദേശീയ വിഷയങ്ങൾ പലതും ഊന്നിപ്പറഞ്ഞ് ബംഗാളിൽ തൊഴിലവസരങ്ങളില്ല, ബംഗാളിലെ യുവാക്കളെ വളരെയധികം ഉപദ്രവിക്കുകയാണ് മമതാ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള BJPയുടെ ഐഡിയ, BJP പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്ന വിഷയം ഉൾപ്പെടെ, SIR വിഷയം ഉൾപ്പെടെ അവിടെ വോട്ടായി മാറുമോ, അല്ലെങ്കിൽ അവിടെ അതൊക്കെ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുമോ എന്ന് കാത്തിരുന്ന് നോക്കേണ്ടതാണ്. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകത്തിൻ്റെ വിജയിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി എത്ര വോട്ട് ഷെയർ പിടിക്കും, എത്ര സീറ്റുകൾ പിടിക്കും എന്നത് സ്റ്റാലിൻ്റെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിനെ മാത്രമായിരിക്കും ബാധിക്കുക എന്ന് നേരത്തെ കണക്കൂട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തെറ്റി. സ്റ്റാലിൻ്റെ പാർട്ടിയെ മാത്രമല്ല, മറിച്ച് അവിടെ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകും. AIADMKയുടെ മതേതര സ്വഭാവം പരിപൂർണമായി BJPയുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യത്തിലൂടെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. AIADMKയുടെ കൂടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പലരും ഇപ്പോൾ ആ പാർട്ടിയുമായുള്ള സംവിധാനങ്ങൾ പരിപൂർണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവിടെയുള്ള നാടാർ ബെൽറ്റ്, ക്രിസ്ത്യൻ നാടാർ ബെൽറ്റും അതുപോലെ AIADMKയിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ പരിപൂർണമായി ആ പാർട്ടിയെ വിട്ടൊഴിയുന്ന സാഹചര്യമാണ്. നോക്കൂ, ഏകദേശം ഒരു 10 മുതൽ 12% വോട്ട് ഷിഫ്റ്റ് അവിടെ രൂപീകരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. AIADMKയിൽ നിന്നും ഇനിയും DMKയിലേക്ക് കൂട്ടപലായനം ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വന്നു നിൽക്കുമ്പോൾ വീണ്ടും AIADMK വട്ടപൂജ്യമാകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്.